ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് അവരുടെ സിറ്റുവേഷനാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കാർഡ്സ് നോക്കാം. ജസ്റ്റിസ്, നൈറ്റ് ഓഫ് വാൻസ്, ലവേഴ്സ്, ഏസ് ഓഫ് വാൻസ്, ദി ഹയറഫൻറ്റ്, Eight of Pentacles, King of Cups, Nine of Wands. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് 3 of Pentacles ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം കുറച്ച് പേർ കമൻസിൽ വന്ന് ചോദിച്ചായിരുന്നു ഈ കറണ്ട് ഫീലിങ്സ് പോലെയുള്ള റീഡിങ്സ് എത്ര ദിവസത്തേക്കാണ് വാലിഡ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാരോ കാർഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ എനർജി ചെക്ക് ചെയ്യാനും അതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുവാനും അതുപോലെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് ഒരു ഗൈഡൻസ് ആയിട്ടുമാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ രാവിലത്തെ എനർജി ആയിരിക്കില്ല നമുക്ക് ഈവനിങ്ങിലുള്ളത്. നമ്മുടെ എനർജി ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ടാരോ റീഡേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നത്, പ്രത്യേകിച്ച് കറണ്ട് ഫീലിങ്സ് പോലെയുള്ള റീഡിങ്സ്. അത് അപ്പോഴത്തെ എനർജി പിക്ക് ചെയ്ത് നമ്മൾ റീഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഞാനിടുന്ന ഒരു റീഡിങ് നിങ്ങൾ 2 ഡേയ്സ് കഴിഞ്ഞാണ് കണ്ടതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അപ്പോഴായിരിക്കും ആ റീഡിങ് കാണാൻ സമയമായിട്ടുണ്ടാകുക. നിങ്ങൾക്ക് ആ റീഡിങ് ഓപ്പൺ ചെയ്ത് കാണണമെന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും അത്. യൂണിവേഴ്സ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റീഡിംഗ് കാണാൻ സമയമായിട്ടുണ്ടാകുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെ 2 കാർഡ്സ് കണ്ടോ നിങ്ങൾ, 2 ഓഫ് കപ്സ് ആൻഡ് ടവർ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എനർജി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓഫ് കപ്സ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ല പ്രണയത്തിലാണ് അല്ലെങ്കിൽ സ്നേഹത്തിലാണ്, നിങ്ങൾ പരസ്പരം ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു ഈവനിങ് ആയപ്പോഴത്തേക്ക് ഈഗോ ക്ലാഷിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടവർ ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാർഡ്സ് ആയിരിക്കും കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതും നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയതെന്നുമാണ് അതിൻ്റെ അർത്ഥം. അതായത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ നോക്കുന്ന എനർജി ആയിരിക്കില്ല കറണ്ട് ഫീലിങ്സ് കേട്ടോ. രാവിലെ നമ്മൾ നോക്കുന്ന എനർജി ആയിരിക്കില്ല ഈവനിങ്ങിലുള്ളത് അല്ലെങ്കിൽ നാളത്തേക്കുള്ളത്. അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ഓരോ ചിന്തകളും എനർജീസാണ്. അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും സിറ്റുവേഷൻ അനുസരിച്ച്. അതുകൊണ്ടാണ് കറണ്ട് ഫീലിങ്സ് പോലെയുള്ള റീഡിങ്സ് അപ്പോഴത്തെ എനർജി വെച്ച് റീഡ് ചെയ്യുന്നത് കൊണ്ട് അപ്പോഴായിരിക്കും നമുക്ക് റെസൊനേറ്റ് ആവുന്നത്. ചില റീഡിങ്സ് ഇട്ടാലും നിങ്ങൾ 2 ഡേയ്സ് കഴിഞ്ഞ് മാത്രമേ കാണുകയുള്ളൂ. അത് നിങ്ങൾക്കപ്പോൾ കാണാൻ ടൈം ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡിവൈൻ ടൈം ആകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കുക. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണെ നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫീലിങ്സ് പരസ്പരം നിങ്ങൾ അറിയുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർ കുറച്ചെങ്കിലും സന്തോഷിച്ചിട്ടുള്ളത് നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ആണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ലൈഫിൽ അത്രത്തോളം ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സണായിട്ട് ഇവിടെ കാണുന്നു. ഇപ്പോൾ നിങ്ങളെ അവർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അത്രയും ബിസി ഉള്ള ലൈഫായിരുന്നിട്ട് പോലും നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കാത്ത സമയങ്ങളില്ല. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവർ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവുകയില്ല, നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും വിട്ടുപോവുകയില്ല. അത്രത്തോളം നിങ്ങളുമായിട്ടുള്ള സ്നേഹം ആഴത്തിലാണുള്ളത്. നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായി അവർ ചിന്തിക്കുകയാണ്. നിങ്ങളുമായി അത്രയ്ക്ക് ആത്മബന്ധമുള്ള വ്യക്തിയാണ്. എത്ര തടസ്സങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങളെ അവർ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതും. അതുപോലെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിരിക്കാം. ഒന്നുകിൽ കാസ്റ്റ് ഡിഫറൻ്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മണി സ്റ്റാറ്റസ്, അങ്ങനെയൊക്കെ. ചില വ്യക്തികൾ പോലും നിങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്ന് ഈ വ്യക്തിയെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ വ്യക്തി ഒന്നിനും മുതിരാതെ നിങ്ങളുടെ അരികിൽ വരാനുള്ള ശ്രമങ്ങളിലാണിപ്പോൾ.
നിങ്ങളുടെ എല്ലാ വേദനകളും നിങ്ങളുടെ വ്യക്തി അറിയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഫീലിങ്സും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളും ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ കാണുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ്, അല്ലെങ്കിൽ കരിയർ പ്രോബ്ലംസ് ആയിരിക്കാം. വളരെ കുറച്ച് പേർക്കേ അതൊരു വ്യക്തിയായി കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ സെപ്പറേറ്റഡ് ആയിരിക്കുന്നതും. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. കാരണം നെഗറ്റീവ്സ് ആയാൽ നമുക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് ഒന്നും നമ്മളിലേക്ക് എത്തില്ല. അതുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. വിജയം നിങ്ങളുടെ കൂടെയാണെന്ന് മനസ്സിലാക്കുക. പ്രതീക്ഷ കൈവിടാതെ ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.